ഓരോ ഫോട്ടോസ് അവൾ മാറി മാറി നോക്കി. ഡോക്ടർ ഇങ്ങനെ ചെയ്യോ? ആരായിരിക്കും എനിക്ക് ഈ കത്തയച്ച്? എന്തോ അതെല്ലാം കാണുക അവിടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നന്ദ പെട്ടെന്ന് റൂമിലേക്ക് പോയി ഫോൺ എടുത്ത് അമ്മുവിന്റെ നമ്പർ ഡയൽ ചെയ്തു. അമ്മു, നീ വീട്ടിലുണ്ടോ? ഞാൻ എവിടെ പോകാനാ? വീട്ടിൽ തന്നെ ഉണ്ടടി. ഓക്കേടി, ഞാൻ അങ്ങോട്ട് വരാം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതും പറഞ്ഞ് അമ്മുവിനൊന്നും പറയാൻ ഇട കൊടുക്കാതെ നന്ദ ഫോൺ കട്ടാക്കി. അവൾ അച്ഛനെ വിളിച്ച് അമ്മുവിന്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് അറിയിച്ചു. പെട്ടെന്ന് റെഡിയായി ഫോട്ടോസും കത്തും ബാഗിലേക്ക് വെച്ച് വീടെല്ലാം പൂട്ടി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ബസ് കയറി അമ്മുവിന്റെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് കയറിയതും ഹാളിലെ സെറ്റിലായിരുന്ന് ടി വി കണ്ട് ചിപ്സ് ഓടിക്കുന്ന അമ്മുവിനെയാണ് നന്ദ കണ്ടത്. അമ്മു, നീ ഇത്ര പെട്ടെന്ന് വന്നോ? എന്താടി, എന്താ പറയാനുള്ളത്? നന്ദ ഷോൾ കൊണ്ട് അവിടെ മുഖം അമർത്തി തുടച്ച് അവിടേക്ക് ഇരുന്നു. അപ്പോഴാണ് അമ്മുവിന്റെ അമ്മ രാധ അവിടേക്ക് വന്ന്. ആ, നന്ദമോളായിരുന്നു. മോളെ ഇപ്പൊ ഇങ്ങോട്ട് കാണാനേ ഇല്ലല്ലോ, രാധ ഒരു പരിഭവത്തോടെ പറഞ്ഞു. കോളേജിൽ അവധി കിട്ടുമ്പോഴൊക്കെ ഓരോരോ തിരക്കുകൾ വരും രാധമ്മേ. മോളുടെ കല്യാണം ഉറപ്പിച്ചല്ലേ? ഇവിടെ ഞാൻ ഈ പെണ്ണിനോടും പറയുന്ന കല്യാണക്കാരി ആര് കേൾക്കാൻ? പറഞ്ഞു ഞാൻ മടുത്തു. ഈ അമ്മയോട് ഞാനും പറഞ്ഞു മടുത്ത കാര്യം. എനിക്ക് 19 വയസ്സേ ആയിട്ടുള്ളൂ. ഞാൻ പഠിച്ച് നല്ല രീതിയിലൊന്ന് എത്തട്ടെ, എന്നിട്ട് കല്യാണം ആലോചിക്കാന്ന്. അമ്മ പോയി ഇവൾക്ക് കുടിക്കാൻ എന്തിനും എടുത്ത്. രാധ അടുക്കളയിലേക്ക് പോയതും നന്ദ ബാഗിൽ നിന്ന് ഫോട്ടോസും കത്തുമെല്ലാം എടുത്ത് അമ്മുവിനെ കാണിച്ചെല്ലാം വിവരിച്ചു കൊടുത്തു. ഞാൻ ഡോക്ടറിന്റെ കൂടെ ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടി ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അതും പറഞ്ഞ് നന്ദ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന സംഭവം എല്ലാം വിവരിച്ചു കൊടുത്തു. എന്നാലും ആരെയൊക്കെ ഈ വെൽവിഷർ എന്തോ അയാൾ ഈ കല്യാണം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ബിസിനസ്മാൻ അല്ലേ, ഒരുപാട് ശത്രുക്കൾ കാണും. അവരിൽ ആരെങ്കിലും ഒപ്പിച്ച പണിയായിരിക്കും. ഞാനിന്ന് രമ്യ ചേച്ചി വിളിച്ചു നോക്കട്ടെ. ചേച്ചി AV കൺസ്ട്രക്ഷൻസിലാണ് വർക്ക് ചെയ്യുന്നത്. ആദിദേവ് വിഷ്ണുവർദ്ധനെ കുറിച്ച് ഒന്ന് ചോദിച്ചു നോക്കാം, അമ്മു പറഞ്ഞു. നന്ദു തലയാട്ടി. അമ്മു ഫോൺ എടുത്ത് രമ്യയുടെ നമ്പർ ഡയൽ ചെയ്ത് ചെവിയിലേക്ക് വെച്ച് പുറത്തേക്ക് ഇറങ്ങി. നന്ദ ടെൻഷനോടെ അവിടെ ഇരുന്നു. അപ്പോഴേക്ക് രാധ അവർക്കുള്ള ചായയുമായിട്ട് എത്തി. അമ്മയുടെ അവളൊരു കോളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. കല്യാണത്തിന്റെ ഡേറ്റ് എന്നാ മോളെ? ഒക്ടോബർ 25 കല്യാണം. എൻഗേജ്മെന്റ് ഒക്ടോബർ 20. ഇനിയിപ്പോൾ അധികം സമയമില്ലല്ലോ. കല്യാണം വിളിയൊക്കെ തുടങ്ങിയോ? നന്ദൊന്ന് മൂളി. രാധ ഓരോന്ന് ചോദിക്കുമ്പോഴും നന്ദയുടെ മനസ്സ് മുഴുവൻ ആ ഫോട്ടോയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതൊന്നും സത്യമാവില്ലേ എന്ന് അവൾ മനസ്സിൽ ആഗ്രഹിച്ചു. നന്ദയുടെ കണ്ണുകൾ ഇടയ്ക്കിടക്ക് അമ്മു വരുന്നുണ്ടോ എന്നറിയാനായി വാതിൽ ഭാഗത്തേക്ക് പോയി. അടുക്കളയിൽ നിന്നും പ്രഷർ കുക്കർ വിസിലടിച്ച് രാധ അടുക്കളയിലേക്ക് പോയി. അപ്പോഴാണ് ഫോൺ കോൾ കഴിഞ്ഞ് അമ്മു അകത്തേക്ക് വന്നു. അമ്മു, ചേച്ചി എന്ത് പറഞ്ഞു? ഈ ഡോക്ടർക്ക് അങ്ങനെ വൃത്തിയുടെ സ്വഭാവമില്ലെന്നാ ചേച്ചി പറഞ്ഞു. എത്ര പേര് സാറിന്റെ പുറകിൽ നടക്കുന്നുണ്ടെന്ന് അറിയാമോ? അയാൾ കണ്ട ഭാഗം നടിക്കില്ല പോലും. പിന്നെ ഈ പ്രിയയെക്കുറിച്ച് ഞാൻ ചോദിച്ചിരുന്നു. അവൾ അങ്ങയുടെ പുറകെ ഇഷ്ടം പറഞ്ഞ് കുറെ നടന്നിട്ടുള്ളതാണ്. ഡോക്ടർ അവൾ നാണം കെടുത്തി അയച്ചാലും പിന്നെയും വാലുപോലെ പുറകെ നടക്കും. ഡോക്ടർ അച്ഛൻ്റെ എന്തോ ഫ്രണ്ടിന്റെ മകളായി പെണ്ണ്. ഇവളുടെ കല്യാണം കഴിഞ്ഞു. ന്യൂസ് പേപ്പറിൽ കൂടെ നിൽക്കുന്ന അലക്സ് തന്നെയാണ് അവളെ കെട്ടിയത്. എന്നാൽ ഈ ഫോട്ടോസ്? നന്ദ സംശയത്തോടെ ചോദിച്ചു. ഈ കാലത്ത് ഇങ്ങനെ ഫേക്ക് ഫോട്ടോസ് ഉണ്ടാക്കാനാണോ പ്രയാസം? രമ്യ ചേച്ചി കുറെ കാലമായിട്ട് അവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ചേച്ചി 100% ഉറപ്പിച്ച് പറയുന്ന സാറിനൊരു ദുശീലോ ഇല്ലെന്ന്. നിനക്ക് ഇനിയൊരു ഉറപ്പുവാണെങ്കിൽ നമുക്ക് ഡോക്ടറെ നേരിട്ട് കാണാം. എന്തേ? അത് വേണോ? സംശയങ്ങൾക്ക് അപ്പപ്പോൾ ക്ലിയർ ചെയ്ത് പോകുന്നതാണ് നല്ലത്. ഡോക്ടറെ കൂടി കാണിച്ചാൽ ഈ പണി ചെയ്യുന്ന ആരാണെന്ന് അറിയാൻ പറ്റുമെങ്കിലോ? നീ ഇവിടെ ഇരിക്കും, ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. വേണ്ടടി, എനിക്കെന്തോ അവിടേക്ക് പോകാനൊരു മടി. അത് കൊള്ളാം, നിന്റെ ഭാവി ഭർത്താവാൻ പോകുന്നയാളാ. അപ്പോഴേ ഇങ്ങനെ മഴ പിടിച്ചിരുന്നിട്ടൊരു കാര്യമില്ല. ഞാൻ ഇപ്പം എത്താം. അതും പറഞ്ഞ് അമ്മ റൂമിലേക്ക് പോയി റെഡിയായി വന്നു. അമ്മയോട് പറഞ്ഞവർ AV ഹോസ്പിറ്റലിലേക്ക് പോയി. നന്ദ പോവേണ്ടെന്ന് പലപ്പോഴും പറഞ്ഞിട്ടും അമ്മു പോകണമെന്ന വാശിയിൽ ഉറച്ചു നിന്നു. പിന്നീട് നന്ദ ഒന്നും പറയാൻ നിന്നില്ല. ഹോസ്പിറ്റലിൽ വന്നിറങ്ങി അവർ റിസപ്ഷനിലേക്ക് പോയി. ഡോക്ടർ ആദിദേവ് വിഷ്ണുവർദ്ധൻ ഉണ്ടോ? ഉണ്ട്. അപ്പോയിൻമെന്റ് എടുത്താണോ? അല്ല. പേഷ്യൻ്റ് നെയിം പറയൂ. ഞങ്ങൾക്ക് അപ്പോയിൻമെന്റ് ഒന്നും വേണ്ട. ദേവനന്ദ കാണാൻ വന്നേക്കുമെന്ന് പറഞ്ഞാൽ മതി. ഡോക്ടർ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണിത്. നന്ദയെ ചൂണ്ടി അമ്മു പറഞ്ഞു. അത് കേട്ടത് റിസപ്ഷനിൽ ഇരുന്ന സ്റ്റാഫെല്ലാം നന്ദയെ അതിശയത്തോടെ നോക്കി. സോറി മാഡം, ഞങ്ങൾക്കറിയില്ലായിരുന്നു. എന്നെ മാഡം എന്നൊന്നും വിളിക്കണ്ട, ദേവനന്ദ എന്ന് വിളിച്ചാൽ മതി. അതിനവരൊന്ന് പുഞ്ചിരിച്ചു. സൂസി സിസ്റ്ററെ, റിസപ്ഷനിസ്റ്റ് അതുവഴി പോയ സിസ്റ്റർ വിളിച്ചു. അവർ അവിടേക്ക് എത്തി. ഇത് ദേവനന്ദ, ആദ്യ ഡോക്ടർ മാരേജ് ചെയ്യാൻ പോകുന്ന കുട്ടിയാ. ഇവർക്ക് ഡോക്ടറുടെ ക്യാബിൽ ഒന്ന് കാണിച്ചു കൊടുത്തേക്ക്. റിസപ്ഷനിസ്റ്റോട് താങ്ക്സ് പറഞ്ഞ് അമ്മു നന്ദ നേഴ്സിന്റെ കൂടെ പോയി. മേഡമോ? ഭയങ്കര ബഹുമാനമാണല്ലോടി, അമ്മു നന്ദയുടെ ചെവിയിലായി പറഞ്ഞു. അതിന് നന്ദ മറുപടിയൊന്നും നൽകിയില്ല. മോളിപ്പോ പഠിക്കുവാണോ? അതെ സിസ്റ്റർ, BCom ഫസ്റ്റ് ഇയർ. സിസ്റ്റർ ചോദിച്ചു. നന്ദ മറുപടി നൽകി. മോള് ഭാഗ്യവതിയാണ്. ആദ്യ ഡോക്ടർ പോലെ നല്ലൊരു ചെക്കനെ കിട്ടിയില്ലേ? അതിന് നന്ദ ഒന്ന് പുഞ്ചിരിച്ച്. ദേ, ഇതാണ് ക്യാബിൻ. എങ്കിൽ ശരി മോളെ. അതും പറഞ്ഞ് സൂസി സിസ്റ്റർ പോയതും അമ്മു ഡോറിന്ന് അകത്തേക്ക് പ്രവേശിക്കാൻ നേരമാണ് അകത്തുനിന്ന് ഡോറിന്ന് ഒരാൾ ഇറങ്ങിയത്. സഞ്ജിയായിരുന്നു അത്. അമ്മു വീടാനായി പോയതും പെട്ടെന്ന് അയാൾ അവിടെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചു. അമ്മു പേടിച്ച് കണ്ണുകൾ മുറുകെ അടച്ച് അയാളുടെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. അമ്മു കണ്ണു തുറന്നു തന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി നിൽക്കുന്ന
പീലി നിറഞ്ഞ കുഞ്ഞി കണ്ണുകളാണ് കണ്ടത്. അവൾ ആ കണ്ണുകളിൽ നിമിഷം കുടുങ്ങിപ്പോയി. ഡോ, അയാളുടെ വിളിയിൽ ബോധം വന്ന അമ്മു സോറി പറഞ്ഞ് പെട്ടെന്ന് മാറി നിന്നു. അയാളെന്തോ പറയാൻ വന്നപ്പോഴാണ് എല്ലാം കണ്ടുകൊണ്ട് മുന്നിലായി നിന്ന നന്ദയെ ശ്രദ്ധിച്ചു. നന്ദയോ? മോളെന്താ ഇവിടെ? അത് ഡോക്ടറെ കാണാൻ. ആരാ? ആദിയെയോ? നന്ദൊന്ന് മൂളി. അവനെന്തോ അർജന്റ് കേസ് വന്നെന്നും പറഞ്ഞ് ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയതേ ഉള്ളൂ. അത് കഴിയാൻ കുറച്ച് സമയമെടുക്കും. എങ്കിൽ പിന്നെ കണ്ടോളാം. എന്തെങ്കിലും അത്യാവശ്യ കാര്യമാണോ? അല്ല സാർ. സാറോ? ചേട്ടൻ ഇനി അങ്ങനെ വേണം വിളിക്കാം. ഇടലോ? സഞ്ജയ് പറഞ്ഞു. നന്ദൊന്ന് മൂളി. പെട്ടെന്ന് തന്നെ അവർ അവനോട് യാത്ര ചോദിച്ചു പോയി. ഡോക്ടറുടെ കാര്യമായിട്ട് വന്നാൽ മതിയായിരുന്നു. നിനക്ക് എന്താ വേണ്ട ഇത്ര ധൃതി? വേണ്ടടി, ഡോക്ടർ അങ്ങനെ ചെയ്യില്ലെന്ന് എൻ്റെ മനസ്സിപ്പോൾ പറയുന്നു. അതെന്താ നിനക്കിപ്പോൾ പെട്ടെന്നൊരു ഉൾവിളി വന്നോ? ആ നേഴ്സൊക്കെ പറഞ്ഞു കേട്ടില്ലേ നല്ല സെക്കനാണെന്ന്? ഓ ഓ അങ്ങനെ ദേഷ്യം വന്ന അസുരാണെന്നാ രമി ചേച്ചി പറഞ്ഞ്. നീ ഒന്ന് സൂക്ഷിച്ചോ. മണിക്കൂറുകൾ നീണ്ട ഓപ്പറേഷൻ കഴിഞ്ഞ് ആദ്യ ക്യാബിനിലേക്ക് കയറി. സൈഡിൽ കിടന്ന ഫോണെടുത്ത് നോക്കി. അപ്പോഴാണ് സഞ്ജയുടെ മിസ് കോൾ കണ്ടത്. അവൻ സഞ്ജയെ തിരിച്ചു വിളിച്ചു. ഡാ, ഓപ്പറേഷൻ കഴിഞ്ഞോ? ഫോൺ എടുത്തുകൊണ്ട് സഞ്ജയ് ചോദിച്ചു. കഴിഞ്ഞു, സക്സസ് ആയിരുന്നു. അതെനിക്കറിയില്ല മോനെ. നിന്നെ അന്വേഷിച്ചേ നന്ദ വന്നിരുന്നു. ദേവയോ? ഇവിടെയോ? നീ ഓപ്പറേഷൻ തിയേറ്ററിലാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് തിരിച്ചുപോയി. അതിന് ആദ്യമൊന്ന് മൂളി ഫോൺ വെച്ചു. ഗാലറി ഓപ്പൺ ചെയ്ത് ദേവയുടെ ഒരു ഫോട്ടോയിലേക്ക് മിഴികൾ നട്ടു. ഒരു കാരണവുമില്ലാതെ എൻ്റെ പെണ്ണിവിടേക്ക് വരില്ലല്ലോ. എന്തു പറ്റി എൻ്റെ പെണ്ണിന്? ഫോട്ടോയിൽ കാണുന്ന അവരുടെ മുഖത്ത് തലോടി അവൻ ചോദിച്ചു. ആദ്യം നന്ദയുടെ നമ്പർ ഡയൽ ചെയ്ത് ചെവിയിലേക്ക് വെച്ച് കസേരയിലേക്ക് ചാഞ്ഞിരുന്നു, കണ്ണുകൾ അടച്ച്. ഹലോ. മറുവശത്ത് നിന്ന് നന്ദയുടെ ശബ്ദം കേട്ടതും തൻ്റെ മനസ്സിലൊരു കുളിർമഴ പെയ്ത പോലെ ആദിക്ക് തോന്നി. ഞാൻ ആദിദേവാ. ആ ശബ്ദം തൻ്റെ കാതിലേക്ക് പതിഞ്ഞു. നന്ദയുടെ നെഞ്ചിരിപ്പ് കൂടി. ഹലോ, ക്യാൻ യു ഹിയർ മീ? നന്ദയുടെ ശബ്ദമൊന്നും കേൾക്കാൻ ഞാൻ ആദ്യം ചോദിച്ചു. ആ, കേൾക്കാം. എന്തെടുക്കുമായിരുന്നു? പഠിത്താണോ? അതിന് നന്ദയൊന്ന് മൂളി. എന്തായിരുന്നു അന്വേഷിച്ച് ഹോസ്പിറ്റലിലേക്ക് വന്നു? അത്യാവശ്യം വല്ലതും ഉണ്ടായിരുന്നോ എന്ന് മറുപടി എടുക്കുന്ന നന്ദ ആലോചിച്ചു. ആ മനുഷ്യനെ താൻ ഒരു നിമിഷത്തേക്കെങ്കിലും തെറ്റിദ്ധരിച്ചെന്ന് പറഞ്ഞാൽ ആ മനസ്സ് വേദനിക്കില്ലേ? അതുവഴി പോയപ്പോൾ കയറിയതാ. കള്ളം പറഞ്ഞാൽ ശിക്ഷ എന്തായിരിക്കും അറിയാമോ? ഡോക്ടർക്ക് മനസ്സിലായി കാണും ഞാൻ കള്ളം പറഞ്ഞാണെന്ന്. നന്ദ മനസ്സിലായി ആലോചിച്ചു. പറയടൂ, അറിയാമോ? നന്ദ മറുപടി നൽകാത്തതുകൊണ്ട് ആദി വീണ്ടും ചോദിച്ചു. ഞാൻ കള്ളൊന്നും പറഞ്ഞിട്ടില്ല, നന്ദ പെട്ടെന്ന് പറഞ്ഞു. അതിന് താൻ കള്ളം പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമെന്ന് ചോദിച്ചില്ലേ ഉള്ളൂ. അറിയില്ല. ആ ചെഞ്ചുണ്ടുകളുണ്ടല്ലോ, അത് ഞാൻ കടിച്ചെടുക്കും. അത് കേട്ടതും നന്ദ പെട്ടെന്ന് ചുണ്ടുകൾ പൊത്തിപ്പിടിച്ചു. മറുഭാഗത്ത് ആദിയുടെ അടക്കി പിടിച്ച് ചിരി കേട്ടു. എന്തിനാ ചിരിക്കുന്നേ? മോളാ കൈമാറ്റിക്കേ. നന്ദ ചുറ്റൊന്ന് വീക്ഷിച്ചു. നീ ചുറ്റുമൊന്നും നോക്കണ്ട, എനിക്കറിയാം നീ എന്തൊക്കെ കാണിക്കുന്നു. പഠിക്കൂലായിരുന്നു, പോയി പഠിച്ചു. ഞാൻ പിന്നീട് വിളിക്കാം. അതും പറഞ്ഞ് ആദ്യം ഫോൺ കട്ടാക്കി. ഡോക്ടർ എന്താ പറഞ്ഞു? അവൾ കണ്ണുകൾ മുറുകെ അടച്ചു ഒരു ദീർഘശ്വാസം എടുത്ത് പഠിക്കാനിരുന്നു. പിന്നീട് അവൾക്ക് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഫോൺ എടുത്ത് ഒരു സോങ് പ്ലേ ചെയ്ത് കണ്ണടച്ച് കസേരയിലേക്ക് ചാഞ്ഞിരുന്നു. ഫോൺ കട്ടാക്കിയതും ആദി ഗാലറിയിലുള്ള നന്ദയുടെ ഫോട്ടോയിലേക്ക് മിഴികൾ നട്ട് ചെയറിലേക്ക് ചാഞ്ഞിരുന്ന് കണ്ണുകൾ അടച്ചു. അവിടെ നിഷ്കളങ്ക മുഖം മനസ്സിലേക്ക് ആവാഹിച്ചു. ആരെയും മയക്കുന്ന ഒരു നറുപുൻസിരി അവന്റെ ചുണ്ടുകളിൽ വിരിഞ്ഞു. രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അടുക്കളയിലെ ജോലി ഒതുക്കി റൂമിലേക്ക് പോവാൻ നേരമാണ് നന്ദയുടെ ഫോൺ റിങ് ചെയ്തത്. പരിചയമില്ലാത്ത നമ്പർ ഉണ്ടതും അവിടെ നെറ്റിയെന്ന് ചുളിഞ്ഞു. ഹലോ മോളെ, ഞാൻ ആദിയുടെ അമ്മയാ. നന്ദ ഫോൺ എടുത്തു. മറുവശത്ത് മറുപടി എത്തി. എന്താ മേഡം? എന്ത് വിളിക്കുമെന്നറിയാതെ കുഴങ്ങിയ നന്ദ പെട്ടെന്ന് പറഞ്ഞു. മേഡമോ? അമ്മ അങ്ങനെ വേണം വിളിക്കാൻ, കേട്ടല്ലോ. ഇല്ലെങ്കിൽ ആ ചെവി ഞാൻ പൊന്നാക്കും. ഇനി മുതൽ ഞാൻ ആദിയുടെ മാത്രമല്ല, നിന്റെ കൂടെ അമ്മയാ. പെട്ടെന്ന് നന്ദയുടെ കണ്ണുകൾ ഹാളിലെ ചുമരിൽ തൂക്കിയിട്ടേക്കുന്ന അവളുടെ അമ്മയുടെ ഫോട്ടോയിലേക്ക് പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ജനിച്ച അന്ന് മുതൽ അമ്മായി എന്ന് വിളിക്കാൻ ആരുമില്ലായിരുന്നു. ആ സ്നേഹച്ചൂടും കരുതലും വാത്സല്യം അനുഭവിക്കാൻ കൊതിച്ച ബാല്യമുണ്ടായിരുന്നു. കൂട്ടുകാരെല്ലാം അമ്മയെക്കുറിച്ച് വാചാലയാവുമ്പോൾ താൻ മൗനം പാലിക്കുന്നു ഹൃദയത്തിലൊരു നോവ് പടർത്തുമായിരുന്നു. അച്ഛൻ്റെ സ്നേഹത്തിലും വാത്സല്യത്തിലും ആ നോവിൻ്റെ തോത് കുറഞ്ഞിരുന്നു. അമ്മയെ ചോദിക്കുമ്പോഴൊക്കെ ദൂരെ ആകാശത്തിലേക്ക് നോക്കി ഒരു നക്ഷത്രത്തെ കാണിച്ചു തരുമായിരുന്നു അച്ഛൻ. പിന്നീട് വളർന്നപ്പോൾ മനസ്സിലായി അച്ഛനാണ് തനിക്കെല്ലാമെന്ന്. ഇപ്പോൾ അമ്മായി എന്ന അവകാശത്തോടെ വിളിക്കാൻ ഒരാൾ. നന്ദമോളെ, അവിടെ ഇല്ലേ? പിന്നെയും ഫോണിൽ കൂടി വൈഷ്ണവിയുടെ ശബ്ദം ഉയർന്നു. ഉണ്ടമ്മേ. ഇടറിയ ശബ്ദത്തോടെ തൻ്റെ കരച്ചിലടക്കി നന്ദ പറഞ്ഞു. മോൾക്ക് നാളെ ഒന്ന് ലീവ് എടുക്കാൻ പറ്റുമോ?
എന്തിനാ അമ്മേ? നമുക്ക് നാളെ പോയി എൻഗേജ്മെന്റിനും മാരേജിനും റിസപ്ഷനും വേണ്ട ഡ്രസ്സൊക്കെ എടുക്കായിരുന്നു. അത് അച്ഛനോട് ചോദിച്ചിട്ട് പറയാം. അച്ഛൻ അവിടെ ഉണ്ടെങ്കിൽ ഫോൺ കൊടുത്താൽ മതി. വൈഷ്ണവി പറഞ്ഞു. നന്ദ ഹാളിൽ നിന്ന് TV കണ്ടുകൊണ്ടിരിക്കുന്ന മോഹന്റെ കയ്യിൽ ഫോൺ നൽകി. ആരാ മോളെ? ഡോക്ടറുടെ അമ്മയാ. അയാൾ ഫോൺ വാങ്ങി സംസാരിച്ചു. വൈഷ്ണവി അവളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. നാളെ മോൾ അവരുടെ കൂടെ പോയിട്ട് വാ. അമ്മ മോളെ കൂടെ കൂട്ടിക്കോ. അതും പറഞ്ഞ് മോഹൻ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. പേഴ്സ് എടുത്ത് കൊണ്ടുവന്ന് കുറച്ച് ക്യാഷ് എടുത്ത് നന്ദയെ ഏൽപ്പിച്ചു. ഇത് തികയോന്നറിയില്ല. ഞാൻ സുധാകരൻ ചേട്ടനോട് കുറച്ച് ക്യാഷ് ചോദിച്ചിട്ടുണ്ട്. നാളെ രാവിലെ കിട്ടും. അവർ എത്രയൊക്കെ നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞാലും ഇതൊക്കെ എൻ്റെ കടമ തന്നെയല്ലേ. പെട്ടെന്നൊരു കല്യാണമൊക്കെ വേണമായിരുന്നു അച്ഛാ. എന്താ മോളെ ഇത്? എന്നാണെങ്കിലും വേണ്ടതല്ലേ കല്യാണം. ഇതിപ്പോൾ ഇതിലും നല്ലൊരു ആലോചന വേറെ കിട്ടില്ല. മോളൊന്നും ആലോചിക്കാതെ പോയി കിടന്നുണിക്കേ. നന്ദയുടെ തലയിലായി തലോടി മോഹൻ പറഞ്ഞു. റൂമിലെത്തിയ നന്ദ ഫോണെടുത്ത് അമ്മുവിനെ വിളിച്ച് നാളെ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന കാര്യം അറിയിച്ചു. രാവിലെ തന്നെ അമ്മു നന്ദയുടെ വീട്ടിലെത്തി. ഏത് ടെക്സ്റ്റൈൽസിലേക്കാന്ന് പറഞ്ഞു? അയ്യോ ഇല്ല, ഞാനത് വിട്ടുപോയി. ഞായി നീ പിന്നെ എവിടെ പോകണടിയായി നിൽക്കുക? ആരും വിളിച്ച് ചോദിക്കേ. അമ്മ പറഞ്ഞു. നന്ദ ഫോണെടുത്ത് വൈഷ്ണവി വിളിച്ചു. ഹലോ അമ്മേ, ഞാൻ ദേവനന്ദയാ. മനസ്സിലായി മോളെ. റെഡി ആയോ? ആ, ഏത് ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാ പോകുന്നേ? മോള് വീട്ടിൽ തന്നെ നിന്നാൽ മതി, ഞങ്ങൾ അവിടേക്ക് ഇപ്പം എത്തും. അതും പറഞ്ഞവർ ഫോൺ വെച്ചു. എന്തു പറഞ്ഞടി? അമ്മ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഭാവി അമ്മായിയമ്മ? പാവടി. അവർ ഓരോന്ന് പറഞ്ഞ് ഹാളിലിരുന്നു. രാവിലെ തന്നെ മോഹൻ സുധാകരനെ കാണാൻ പോയിരുന്നു. പുറത്തു പോയിരുന്ന മോഹൻ നന്ദയുടെ കയ്യിലേക്ക് കുറച്ച് കാശ് ഏൽപ്പിച്ചു. മുറ്റത്ത് കാറ് വന്നിരുന്ന ശബ്ദം കേട്ടത് മൂവരും പുറത്തേക്ക് ഇറങ്ങി. ഫ്രണ്ട് ഡോർ തുറന്ന് വൈഷ്ണവി ഇറങ്ങി. അവരെ നോക്കി പുഞ്ചിരിച്ചു. ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങിയ ആളെ കണ്ടതും നന്ദയുടെ കണ്ണുകൾ വികസിച്ചു. ഹൃദയമിടിപ്പ് കൂടി. അവളുടെ കൈകൾ അടുത്തായി നിന്ന് അമ്മുവിന്റെ കൈകളിൽ മുറുകി. ആദിയായിരുന്നു. അവന്റെ കണ്ണുകൾ നന്ദയിൽ പതിഞ്ഞു. അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. ബ്ലാക്ക് ഷർട്ടും ഗ്രേ പാൻറ്റുമാണ് വേഷം. ആ വേഷത്തിൽ ആദി സുന്ദരനായിരുന്നു. എന്തൊരു ലുക്കാണിടിങ്ങിയിരിക്കു, അമ്മു നന്ദയുടെ ചെവിയിലായി പറഞ്ഞു. നന്ദ ഇമച്ചിമാതെ അവനിൽ തന്നെ മിഴികൾ നട്ടിരുന്നു പോയി. മോനും ഉണ്ടായിരുന്നോ? മോഹനൊരു പുഞ്ചിരിയോടെ ചോദിച്ചു. സർ, ഇന്ന് ഹാഫ് ഡേ ലീവ് എടുത്തു. എങ്കിൽ ഇറങ്ങാം മോളെ, ആദിക്ക് പർച്ചേസിങ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാനുള്ളതാ, വൈഷ്ണവി പറഞ്ഞു. നന്ദ തലയാട്ടി. അച്ഛനോട് പറഞ്ഞവർ ഇറങ്ങി. വൈഷ്ണവി നന്ദയെ പിടിച്ച് ഫ്രണ്ട് സീറ്റിലേക്കായി ഇരുത്തി. അവർ ബാക്ക് സീറ്റിലേക്ക് ഇരുന്നു. കൂടെ തന്നെ അമ്മു. ആദ്യ ഡ്രൈവർ സീറ്റിലേക്ക് കയറി നന്ദയെ നോക്കി പുഞ്ചിരിച്ച് അവളുടെ അടുത്തേക്ക് ചാഞ്ഞു വന്നു. പെട്ടെന്ന് നന്ദ ഞെട്ടി ബാക്കിലേക്ക് ചാഞ്ഞു. അവൻ സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തു. അവൾ ശ്വാസം വിട്ടുപോയി. അവളുടെ മുഖഭാവം കണ്ട് ആദി ചിരിച്ചുപോയി. ആദി വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴും ഇടയ്ക്കിടെ കണ്ണുകൾ പാളി നന്ദയിൽ വീണുകൊണ്ടിരുന്നു. അവളുടെ മുഖത്തെ പരിഭ്രമം അവൻ മനസ്സിലാക്കി. അവൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അമ്മുവും അമ്മയും ഭയങ്കര വർത്തമാനത്തിലാണ്. അവൻ ഇടത് കൈ നീട്ടി നന്ദയുടെ കൈകളിൽ അമർത്തി പിടിച്ച്. നന്ദ പിടച്ചിലോടെ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. കൈ വലിച്ചെടുക്കാൻ അവൾ ശ്രമിക്കും തോറും ആദിയുടെ കൈകൾ അവളിൽ മുറുകി. അവൾ ദയനീയമായി അവനെ നോക്കി. പ്ലീസ്, ചെറുതായി ചുണ്ടനക്കി അവൾ പറഞ്ഞു. അവളുടെ മുഖഭാവം കണ്ടതും അവൻ ഒന്നുകൂടെ ആ തണുത്ത കൈകളിൽ അമർത്തി മൃദുവായി തലോടി സിരിയോടെ കൈകൾ പിൻവലിച്ചു. അവളുടെ മുഖം ചുമന്ന് തുടുത്തു. അവൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അവരിപ്പോഴും സംസാരത്തിൽ തന്നെയാണ്. ഒന്നും കണ്ടില്ലെന്ന ആശ്വാസത്തിൽ അവൾ ദീർഘശ്വാസം വിട്ട് പുറത്തെ കാഴ്ചകളിലേക്ക് മിഴികൾ നട്ടു. അപ്പോഴും അവളുടെ ഹൃദയമിടിപ്പ് ഉയർന്നു തന്നെ നിന്നിരുന്നു. വൈഷ്ണവി ആദിയുടെ മുഖത്തേക്ക് നോക്കി. അവന്റെ ചുണ്ടിൽ മനോഹരമായി ചിരി വിരിഞ്ഞിരുന്നു. കള്ളച്ചക്കൻ, എന്നും എന്റെ മോനിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കണേ ഭഗവാനെ, അവർ മനസ്സിലായി പ്രാർത്ഥിച്ചു. AV ടെക്സ്റ്റൈൽസിന്റെ പാർക്കിംഗ് ഏരിയയിൽ ആദി കാർ കൊണ്ട് നിർത്തിയതും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. ആദി മുന്നിലായി നടന്നു. തൊട്ടു പുറകിലായി തന്നെ വൈഷ്ണവി. എന്തായിരുന്നു കാറിൽ? അമ്മു നന്ദയുടെ ചെവിയിലായി ചോദിച്ചു. അത് കിടന്ന് തപ്പിപ്പെറുക്കണ്ട, വാ. അമ്മയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് മുന്നിലേക്ക് നടന്നു. ആദിയെ കണ്ടതും കടയുടെ മാനേജർ ഹസ്തദാനം നൽകി സ്വീകരിച്ചു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ന്യൂ കളക്ഷൻസ് എല്ലാം എത്തിയില്ലേ? ഇന്നലെ നൈറ്റ് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. വരൂ സർ, 3rd ഫ്ലോറിലാണ് വെഡിങ് സെക്ഷൻ. ആദ്യയാളുടെ കൂടെ നടന്നു. തൊട്ടുപുറകിൽ തന്നെ ബാക്കിയുള്ളവരും. ഗിഫ്റ്റിൽ കയറി 3rd ഫ്ലോറിലായി ഇറങ്ങി. മാനേജർ ആ ഫ്ലോറിലെ സ്റ്റാഫിനെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ച് പോയി. ആദ്യം എൻഗേജ്മെന്റ് ഡ്രസ്സ് നോക്കാം, ലെഹങ്ക എടുക്കാം. അതുപോലെ മോളെ, വൈഷ്ണവി ചോദിച്ചു. കൈയുള്ള കാശ് തികയുമെന്ന ചിന്തയിലാണ് നന്ദ. അവൾ വൈഷ്ണവിയെ നോക്കി ദയനീയ ഭാഗത്തോടെ തലയാട്ടി കാണിച്ചു. സ്റ്റാഫ്സ് ഓരോ മോഡൽ ഡ്രസ്സുകൾ കാണിച്ചു കൊടുത്തു. നന്ദയുടെ കണ്ണുകൾ അതിന്റെ പ്രൈസ് ടാഗിലേക്ക് പോയി. എല്ലാം 25,000 രൂപക്ക് മുകളിൽ വരുന്ന ഡ്രസ്സുകളാണ്. അമ്മു വൈഷ്ണവി കാര്യമായി നോക്കുന്ന തിരക്കിലാണ്.
ഒരു ദിവസം ഇടാനായി ഇത്രയും വില കൂടിയത് വാങ്ങേണ്ട കാര്യം എന്താ? നന്ദ മനസ്സിലായി ആലോചിച്ചു. എന്തേ, ഒന്നും ഇഷ്ടായില്ലേ? കാതോരം ചൂട് ശ്വാസത്തോടൊപ്പമുള്ളൊരു ശബ്ദം കേട്ടതും നന്ദ പിന്നിലേക്ക് നോക്കി. ആദ്യമൊന്ന് അവളെ നോക്കി പുഞ്ചിരിച്ചു.